ഗോകുലത്തിലേക്ക് അനവധി അസുരന്മാരെ ഈ കംസൻ വിടുന്നു. എൻ്റെ ബഗാസുരനെ അഘാസുരനെ വരെ കൊന്നതാണ് നമ്മൾ, മുക്തി കൊടുത്തതാണ് നമ്മൾ പാരായണം ചെയ്ത് വെച്ചത്. അതിന് ശേഷമാണ് ക്രമേണയായിട്ട് ഈ ഗോവിന്ദാഭിഷേകത്തിലേക്കും തുടർന്ന് രാസക്രീഡയിലേക്കും എത്തിയത്. അതിനുശേഷം ഗോപികളുടെ മനസ്സിനെ യുഗളഗീതം എന്ന രീതിയിൽ അവിടെ പറഞ്ഞു വെച്ചു. ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. ആശ്രയിക്കുന്നവർക്ക് ഓരോന്നിലും ഭഗവാനെ കാണുന്നു എന്ന് 2 ശ്ലോകങ്ങളെ കൊണ്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് യുഗളഗീതം ഗോപികളുടെ മനസ്സിനെ നമുക്ക് വായിക്കാൻ സാധിച്ചു. പിന്നെ വിദ്യാധരൻ ഒരു പാമ്പായിട്ട് വന്ന് അച്ഛനെ നന്ദഗോപരെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഗോപന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടക്കൊള്ളി കൊണ്ട് കുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു. അത് കാര്യം നടന്നില്ല. അപ്പോൾ ഭഗവാനെ സ്മരിച്ചു. ഭഗവാൻ തൻ്റെ കാലുകളെ കൊണ്ട് ആ പാമ്പിനെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പൂർവ്വ വിദ്യാധര രൂപം കിട്ടി. ഭഗവാനെ സ്തുതിച്ചു, മുക്തി കിട്ടി. അങ്ങനെ തൻ്റെ ധാമത്തിലേക്ക് തന്നെ പോകുന്നു. പിന്നീട് പറഞ്ഞത് അരിഷ്ടൻ്റെ കഥയാണ്. അരിഷ്ടൻ ഒരു അതിഗംഭീരനായിട്ടൊരു അസുരൻ, കംസൻ്റെ ഭൃത്യൻ, കാളയായിട്ട് ഗോകുലത്തിലേക്ക് വരുന്നു. എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട്, പൈക്കളും മറ്റുള്ള മൂരികളും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട്, പിന്നെ കുട്ടികളുടെ കാര്യമൊന്നും പറയാനില്ല. അതേപോലെ ഗോപന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വലിയ ശരീരമാണ്, ശരീരത്തിൻ്റെ ഒരു വർണ്ണനയൊക്കെ ഉണ്ട്. വാലിങ്ങനെ മുകളിലേക്കെന്നാകുമ്പോൾ അതേപോലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുത്തു പിടിക്കുമ്പോൾ ഈ മേഘങ്ങളൊക്കെ ചിന്നിച്ചതറുന്ന അത്രയും വലിപ്പമാണ്. അതേപോലെ മുക്കറയിട്ടുകൊണ്ട് പിന്നെ മൂത്രം ഇറ്റിച്ചിട്ടുകൊണ്ട് ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചിരമാന്തിക്കൊണ്ട് ഇങ്ങനെ പേടിപ്പിടിച്ചുകൊണ്ട് ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഗോകുലത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. ഭഗവാൻ തൻ്റെ ചെറിയ കൈകളെ കൊണ്ട് ആ കാളയെ അസുരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തൻ്റെ വീരത്തെയും ശൗര്യത്തെയും ബലത്തെയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടാതെ കണ്ട് ആ കാളയെ നേരിടുന്നു. കൊമ്പ് പിടിച്ച് പിന്നാക്കം തള്ളിയിടുന്നു, ചുഴറ്റുന്നു. പിന്നെ കഴുത്ത് പിരിച്ച് ആ കാളയെ കൊല്ലണം, മുക്തി കൊടുക്കണം. ഇങ്ങനെ ഒരു ചെറിയ ബാലനായിരുന്നു അത്രേ ഈ അരിഷ്ടൻ. അപ്പോൾ ഒരു മുനികുമാരനെ പറ്റി ചിലൊരു അവധാനം. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ മറ്റേ അരിഷ്ടനായിട്ട് വന്നത്. ആ അരിഷ്ടന് ഇതുപോലെ മുക്തി കൊടുത്തതിന് ശേഷം പിന്നീട് നാരദൻ വന്നിട്ട് ഭഗവാനോട് പറയണു, കംസനോട് പറയണു, അങ്ങ് ഇതുവരെ പറഞ്ഞയച്ചതായിട്ടുള്ള ഓരോ അസുരന്മാരുടെയും കഥ എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് അബുധ എന്ന് വിളിച്ചുകൊണ്ടാണ് അത്രയും നാരദൻ വന്നത്. അപ്പോൾ അതത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിച്ചോളൂ, അങ്ങയുടെ ശത്രു അവിടെ അമ്പാടിയിലുണ്ട്. അതേപോലെ അങ്ങയുടെ ബന്ധുക്കളെ എന്ന് അങ്ങ് വിശ്വസിക്കുന്ന അവരെല്ലാവരും ദേവപക്ഷമാണ്. അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യുന്നവരാണ്. അങ്ങയുടെ സുഹൃത്തുക്കളുമായിട്ട് അസുരവംശക്കാരിൽ കുറേ ആൾക്കാരുണ്ട്, അവർ മാത്രമേ അങ്ങയെ സഹായിക്കുള്ളൂ. ഇങ്ങനെ കംസവധം വേഗം നടത്താൻ വേണ്ടതായിട്ടുള്ള ഉപായങ്ങളെ കംസനിൽ വിരോധവും അതേപോലെ തന്നെ ഭയവും ഉണ്ടാക്കുന്ന രീതിയിൽ നാരദൻ നല്ലതായിട്ട് സൂചിപ്പിച്ചു. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കേശി സാധാരണക്കാരനല്ല, കുറച്ച് മഹാകേമനാണ്. അപ്പോൾ കേശിയെ വിളിച്ച് പറഞ്ഞു, എന്നാൽ ആ രാമകൃഷ്ണന്മാരെ അമ്പാടിയിൽ പോയിട്ട് കൊന്നോളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊന്നും അമ്പാടി കാണിച്ചു കൊടുക്കുകയെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ശത്രുണ്ട്, തെരഞ്ഞിട്ട് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. ഇതങ്ങനെയല്ല, ശരിക്കും സൂചന കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ അമ്പാടിയിലേക്ക് ഈ കേശി വരുന്നു. അസുരൻ കുതിരയായിട്ടാണ് വന്നത്. കുതിരയുടേതായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്, അതായത് കാലുകൊണ്ട് ചവിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ സാധാരണ ചെയ്യുക. അതേപോലെ മറ്റേ മുഖം കൊണ്ട് പല്ലുകൊണ്ട് കടിക്കുക, ഇങ്ങനെയുള്ള രണ്ടുമാണ് ഈ യുദ്ധമുറ. അത് രണ്ടും ചെയ്യുന്നു. അത് രണ്ടും കൃഷ്ണനെ സംബന്ധിച്ച് നിസ്സാരമായിരുന്നു. കൃഷ്ണൻ തൻ്റെ ഈ കയ്യ് കാണിച്ചു കൊടുത്തു കടിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. അങ്ങനെ ആ കയ്യമ്പിൽ കടിച്ചു. അപ്പോൾ കയ്യ് ഉള്ളിൽ നല്ലോണം ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് തൻ്റെ കയ്യിനെ ഒന്നങ്ങോട്ട് വലുതാക്കി, അതേപോലെ ശ്വാസം കിട്ടാത്ത അത്രയും അങ്ങോട്ട് നല്ലോണം വലുതാക്കി ഒരു ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിൽ ആ കുതിരയായിട്ട് വന്നിട്ടുള്ള ആ അസുരനെ കേശിയെ വധിക്കുന്നു.
പുതിയ ഒരു അശ്വമേധം നടന്നു എന്നെല്ലാം നാരായണീയ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ കേശിവധം കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ അടുത്തേക്ക് നാരദൻ വരുന്നു. നാരദൻ ഭാവി പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങ് ഇങ്ങനെ ഇരുന്നാൽ പോരാട്ടോ, അങ്ങ് കംസവധം തൊട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യണം. അതേപോലെ വിദ്യാഭ്യാസാദി കാര്യങ്ങൾ, പിന്നെ ദ്വാരക നിർമ്മിക്കണം, കല്യാണങ്ങൾ കഴിക്കണം, പിന്നെ വംശം വർദ്ധിപ്പിക്കണം, ഭൂഭാരഹരണം ചെയ്യേണ്ടതായിട്ട് അനവധി കാര്യങ്ങളുണ്ട്, പാണ്ഡവരെ രക്ഷിക്കണം. ഇങ്ങനെ പലതും സൂചിപ്പിച്ചുകൊണ്ട് നാരദനും തൻ്റെ കടമ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാവാം നാരദനെ കൊണ്ട് പറയിച്ചത്. ഏതായാലും അങ്ങനെ സ്തുതി കേട്ടു. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് നാരദനോട് കൃഷ്ണൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ തൻ്റെ ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അക്രൂരപ്പനെ വിടുന്നതായിട്ട് രംഗം. അതിൻ്റെ മുന്നെയാണ് ഈ കംസവധാദി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടേക്ക് എത്തണം. കംസൻ ഇത്രയും കേട്ടപ്പോൾ പേടിച്ചുകൊണ്ട് തൻ്റെ സഹായിയായിട്ട് ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കി. അവരൊക്കെ സ്വാതന്ത്ര്യത്തോടും അതേപോലെ എത്രത്തോളം സാത്വിക ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ തൻ്റെ ശത്രുഭാഗത്തുള്ളവരെയൊക്കെ ഒന്നുകിൽ ബന്ധനത്തിലാക്കി, അതല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാക്കി. പക്ഷേ നാരദൻ്റെ ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ നാരദൻ്റെ വാക്ക് പറഞ്ഞത്? ശത്രു അമ്പാടിയിലുണ്ട്, അങ്ങോട്ട് ചെന്നാൽ കൊല്ലൽ എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാവും നല്ലത് എന്ന് പ്രകാരം പറഞ്ഞപ്പോൾ അതിനാരെയാണ് വേണ്ടത് എന്ന് സ്വയമേവ ചിന്തിച്ചപ്പോൾ തന്നോട് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, മന്ത്രി ആയിരുന്നു, അതേപോലെ പറഞ്ഞാൽ കേൾക്കും, ഇങ്ങനെ കുറേ സദ്ഗുണങ്ങളുണ്ട് അക്രൂരന്. അപ്പം അതുകൊണ്ട് അക്രൂരനെ തന്നെ ആവാം എന്ന് സ്വയമേവ നിശ്ചയിക്കുകയാണ്. അങ്ങനെ അക്രൂരനോട് പറഞ്ഞു, അങ്ങ് പഴയ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി അല്ല കേട്ടോ, പഴയ മന്ത്രിയാണ്. അപ്പോൾ അങ്ങ് ചെറിയൊരു ഉപകാരം ചെയ്യണം, അങ്ങേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നെല്ലാം പുകഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത്. രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ രാമകൃഷ്ണന്മാരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വധിക്കണം, എന്നാലേ എനിക്കും ഇവിടെ ഉള്ളവർക്കും സ്വസ്ഥത കിട്ടുള്ളൂ. കാരണം എനിക്ക് സ്വസ്ഥത കിട്ടിയാലേ നിങ്ങൾക്കൊക്കെ സ്വസ്ഥത കിട്ടുള്ളൂ. അതുകൊണ്ടാണ്, അതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതുകൊണ്ട് കൃത്രിമമായിട്ട് ഈ സഭയിൽ തീരുമാനിച്ചുള്ള കാര്യമാണ്. ഒരു ധനുർയാഗം ഉണ്ട് എന്നുള്ളത് പ്രചരിപ്പിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഘോരസാദികൾ കൊണ്ടുവരുന്ന സാധാരണഗതിയിൽ അമ്പാടിയിലുള്ള ഗോകുലത്തിലുള്ള അവരാണ് പതിവ്. അതേപോലെ തന്നെ അത് കൊണ്ടുവരാനായിട്ട് അങ്ങ് സന്ദേശം കൊണ്ടുപോകണം. ഒപ്പം രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വധിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ ഭഗവത്വത്തെ മറച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിനെ അറിഞ്ഞിട്ടുണ്ടല്ലോ, നാരദൻ പറഞ്ഞല്ലോ, അപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞാലേ അത് കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നന്ദഗോപുരം പറഞ്ഞേക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങ് തന്നെ പോകണം, ഘോരസവം കൊണ്ടുവരണം എന്നിങ്ങനെ പറഞ്ഞു. ആ കാര്യം നടത്തേണ്ടത് ഇവിടെ കുവലയാപീഠം എന്ന ആനയുണ്ട്. ആ ആനയെ കൊണ്ട് നമുക്ക് കൃഷ്ണൻ രാമനെ വധിക്കാം. അത് പറ്റിയില്ല വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മല്ലന്മാരുണ്ട്, അവരെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് വധിക്കാം. അപ്പം ഇതിനൊക്കെ കാരണമാക്കിയിട്ട് ഒരു ഉത്സവം എന്ന നിലയ്ക്ക് ഈ ധനുർയാഗം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശിവധനുസിനെ നമുക്ക് പൂജിക്കുക, അല്ലെങ്കിൽ യാഗം നടത്തുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് അതൊരു ഉത്സവമാക്കിയിട്ട് പ്രഖ്യാപിക്കാം. അതിനുള്ള സംഭാരങ്ങൾ എന്ന നിലയ്ക്ക് ഈ ഗോരസങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊയ്ക്കോളൂ എന്നെല്ലാം പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോൾ മുഴുവനൊന്നും അക്രൂര കേട്ടില്ല, കേൾക്കായിട്ടല്ല, ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടായത് തൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള രാമൻ കൃഷ്ണൻ അവിടെ ഗോകുലത്തിലുണ്ട് കാരണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. മാത്രമല്ല ബന്ധുവുമാണ്, കൂടുതൽ അടുപ്പമുണ്ട്, ബന്ധുബലമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. കംസനെ പേടിച്ചിട്ട് ഇതുവരെ തരായില്ല. അപ്പം ആ കാര്യമാണ് ഇവിടെ തന്നോട് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് വലിയ സന്തോഷമായി. ഇപ്പം കംസൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു ഭാവം, ഈ എനിക്ക് അനുകൂലമായിട്ടൊരു ഭാവം ഉണ്ടല്ലോ എന്നുള്ളത് സന്തോഷിച്ചു. എന്നിട്ട് കംസനോട് പറഞ്ഞു, കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ,
വിധി എന്താണോ നിശ്ചയിക്കുന്നത് വെച്ചാൽ അതുപോലെയൊക്കെ നടക്കും. അങ്ങ് ഉദ്ദേശിച്ച കാര്യമാണോ നടക്കുക എന്നറിയില്ല, എങ്കിലും കാര്യം നടക്കും എന്ന പ്രകാരം അർത്ഥോക്തി പറഞ്ഞുകൊണ്ട് കംസനെ തന്നെ ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു എന്നുള്ള സന്തോഷത്തെ അറിയിക്കുകയാണ് ഉദ്ദേശം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ലാഞ്ചന വരിക. പക്ഷേ ഭാവി ഒന്നിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ഏതായാലും വിധി എന്തോ അത് നടക്കുമാറാകട്ടെ, കംസവധാനോ നടക്കുക അതോ ഇനി കംസൻ കുട്ടികളെയാണോ വധിക്കുക എന്നുള്ളത് അറിയാമായിരുന്നിട്ടും അറിയാത്ത രീതിയിൽ ഈ രണ്ട് രീതിയിലും തന്നെ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ കംസൻ ചൂടായാൽ എന്നോട് പോണ്ടെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞത്. അങ്ങനെ സ്വർണ്ണരഥത്തിൽ ഈ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അക്രൂരൻ പോകുന്ന സമയത്ത് അക്രൂരൻ എന്തൊക്കെയാണോ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ, ഭഗവാനെ ഇങ്ങനെ കാണുന്നു, ബന്ധുക്കളായിട്ടുള്ള ഭഗവാൻ കുട്ടി ആയിട്ടുള്ള പ്രായമാണല്ലോ, അതേപോലെ താനിപ്പോൾ കംസൻ്റെ ഭാഗത്താണല്ലോ നിൽക്കുന്നത്, ശത്രുവിൻ്റെ ഭാഗത്താണല്ലോ, അതേപോലെ ആസുരഭാവത്തിലല്ലേ കംസനുള്ളത്, ഈശ്വരഭാവത്തിലല്ലേ സാത്വിക ഭാവത്തിലല്ലേ അവരുള്ളത്, അച്ഛനെയും അമ്മയും ദ്രോഹിച്ച ആ കംസൻ്റെ ഭൃത്യൻ എന്ന നിലയ്ക്ക് തന്നെ ശത്രുവായിട്ട് കാണുമോ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ സ്വയമേവ ചിന്തിച്ചുകൊണ്ട് മനോരഥത്തിൽ ഇങ്ങനെ യാത്രയാവുകയാണ്. താൻ ഇതേവരെ ചെയ്ത ഓരോ കാര്യങ്ങളും ഭക്തിപൂർവമാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന ത്രികാലത്തിനായിട്ടുള്ള ആ ഭഗവാൻ ഈ കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ ഈശ്വരഭാവത്തിലാണോ എന്നെ സ്വീകരിക്കുക, അതോ നീ ചെറിയച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെയാണോ, രണ്ടായാലും വിരോധമില്ല. ഞാൻ എന്തായാലും ആ കൃഷ്ണനെ ഈശ്വരഭാവത്തിൽ തന്നെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചെന്നാൽ ഞാൻ നമസ്കരിക്കും, മാപ്പ് ചോദിക്കും, എന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയും. ഇങ്ങനെ തൻ്റെ ഈ ഈശ്വരഭാവത്തിലുള്ള സമർപ്പണം ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല വെച്ചാൽ എനിക്ക് അധികാരമുണ്ടല്ലോ, ചെറിയച്ഛനല്ലേ ഞാൻ, അപ്പനല്ലേ ഞാൻ, എന്നാൽ ഞാൻ ആ നിലയ്ക്ക് പെരുമാറും. ഇങ്ങനെ ഏതായാലും ഒരു ആശ്രയ ഭാവം എനിക്ക് കിട്ടണമെന്നുള്ള മനോരഥത്തോട് കൂടിയിട്ട് യാത്രയാവുന്നു. അവിടെ ചെന്നു. അപ്പോൾ വൈകുന്നേരമായി അവിടെ എത്തിയപ്പോൾ രാമനും കൃഷ്ണനും ഒരു പശുക്കളെ കറക്കുന്നതായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ അക്രൂരൻ്റെ വരവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താമരയൊക്കെ കയ്യിലുണ്ട്, ഇങ്ങനെ ചുഴറ്റിയുണ്ട്. ആ സമയത്ത് അവിടെ ചെല്ലണം. ഗോകുലത്തിലേക്ക് അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ തൃപാദങ്ങൾ പതിഞ്ഞതായിട്ടുള്ള ഭൂമി കണ്ടപ്പോൾ അക്രൂരന് മനസ്സിലായി ഇത് കൃഷ്ണന്റെ പാദം തന്നെയാണ്. വജ്രാങ്കുശധ്വജ സരോരുഹ ലാഞ്ചനാട്യം കണ്ടു. ആ ഭഗവാന്റെ തൃപാദത്തിൽ 11, 8, 19 അടയാളങ്ങളുണ്ട് എന്നാണ്. ഭഗവാന്റെ പാദചിഹ്നങ്ങൾ വേദത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ചിഹ്നങ്ങളെ ഈ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നു. ചക്രം, കൊടി, താമര, വജ്രം, അങ്കുശം, യവം, പിന്നെ ഭഗവാന്റെ കാലിൻ്റെ മുകളിൽ ഒരു നേർ വരയുണ്ട്. അതേപോലെ കുട, പിന്നെ 4 സ്വസ്തിക ചിഹ്നം, അതേപോലെ 4 ഡോട്ട്സ്, 4 ബിന്ദു, പിന്നെ 4 ഞാവൽപ്പഴം, പിന്നെ അഷ്ടകോൺ, അങ്ങനെ ഒരു ചിത്രം. ഇങ്ങനെ വലത് കാലിൽ 11 അടയാളം, അതേപോലെ ഇടത് കാലിൽ ശംഖ്, പിന്നെ 2 വൃത്തങ്ങൾ, ഒരു വലിയ ത്രികോണം, 4 ജലകുംഭം, പിന്നെ ഒരു ചന്ദ്രക്കല, ഒരു മത്സ്യാകൃതി, അതേപോലെ ചെറിയ 2 ത്രികോണങ്ങൾ വേറെ. ഇങ്ങനെ 8 അടയാളങ്ങൾ ഇടത് കാലിൽ ഉണ്ട്. 36 അടയാളമുണ്ട് എന്ന് വായിച്ചു. പക്ഷേ എൻ്റെ ഇന്നത് എന്നുള്ളത് അതിൽ കണ്ടിട്ടില്ല. ഇനി അതേപോലെ തന്നെ രാധയുടെ കാലിലാണെങ്കിൽ 11 അടയാളം ഇടത്തെ കാലിലും 8 അടയാളം വലത്തെ കാലിലും. അതിൽ യവം, കുട, വള, നേർരേഖ, താമര, കൊടി, പിന്നെ വിരിഞ്ഞ പൂക്കളുള്ളതായിട്ടുള്ള ഒരു വള്ളി, അതേപോലെ തോട്ടി, ചന്ദ്രക്കല, ഇങ്ങനെ 11 അടയാളം ഇടത്തെ കാലിൽ രാധയുടെ കാലിൽ. വലത്തെ കാലിൽ ശംഖ്, ശൂലം, അതേപോലെ ഈ യോഗാവസ്ഥയിലിരിക്കുമ്പോൾ ആ യോഗപീഠവും ഈ യാഗപീഠവും, പിന്നെ കമ്മൽ, 2 കമ്മലായിട്ട്, പിന്നെ ഒരു കുന്തം, പിന്നെ ഒരു പർവ്വതം,
അതേപോലെ ഒരു രഥം, ഒരു മത്സ്യാകൃതി, ഇങ്ങനെ 8 മത്സ്യത്തിൻ്റെ രൂപം, ഇങ്ങനെ 8 അടയാളം ആ തൃക്കാലിലുമുണ്ട്. ഇങ്ങനെ രാധയുടെയും കൃഷ്ണൻ്റെയും കാലുകളിൽ ഇത്രയും കൂടുതൽ, അല്ലെങ്കിൽ 11, 8, 19, 11 മറ്റേ കൃഷ്ണൻ്റെ വലത് കാലിൽ 8, ഇടത് കാലിൽ രാധയുടെ 11 അടയാളങ്ങൾ ഇടത് കാലിൽ, 8 അടയാളങ്ങൾ വലത് കാലിൽ, ഇങ്ങനെ വിന്യാസം ചെയ്തിരിക്കുന്നു. അത് വിസ്തരിച്ച് അതിൻ്റെ ചില വിശദീകരണങ്ങളോടെ ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ട. ഈ തൃപ്പാദങ്ങളെ കണ്ട് അക്രൂരന് വളരെയധികം ഭക്തിഭാവത്തെ കൂടുന്നു. അപ്പോൾ ഇത് തൻ്റെ ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ അടയാളമല്ലേ എന്ന് കണക്കാക്കിക്കൊണ്ട് പാദധൂളി സ്വീകരിക്കുക എന്ന സങ്കല്പത്തിൽ ആ പാദം കണ്ട സ്ഥലത്ത് മുഴുവനെ അങ്ങ് ആദ്യം ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് അതിൽ കിടന്ന് അങ്ങോട്ട് ഉരുണ്ടു. ആ പാദധൂളിയെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ശുദ്ധനായിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ധരിച്ചു. വീണ്ടും അങ്ങനെ നടന്ന് പിന്നെ നടക്കുകയായിരുന്നു. പിന്നെ രഥത്തിൽ കയറിയില്ല, രഥം പിന്നെ തന്നെയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഈ പശുവിനെ കറക്കുന്ന രീതിയിൽ ഏട്ടനും അനിയനും അടുത്ത് നിൽക്കണു. മഞ്ഞപ്പെട്ടെടുത്തുള്ള കൃഷ്ണനും നീലപ്പെട്ടെടുത്തുള്ള ബലരാമനെയും കണ്ടു. വേഗം ഓടിച്ചെന്ന് നമസ്കരിച്ചു, കാലു പിടിച്ചു. അത് കഴിഞ്ഞ് ബന്ധുബലത്തോട് കൂടിയിട്ട് എങ്ങനെയാണെന്ന് കാണേണ്ടത് വെച്ചില്ലല്ലോ, എന്തായി പ്രകൃതം എന്നറിയില്ല. അപ്പം അതുകൊണ്ട് ചെന്ന വഴിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതാ കംസൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആണ് എന്നെ ഇങ്ങോട്ട് ദൂതനായിട്ട് അയച്ചിരിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് വരണം. അതിന് മറവായിട്ടാണ് ധനുര്യാഗം വെച്ചിരിക്കുന്നത്. ഗോരസം കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്, രഥം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് കോലിയാപീഠം എന്ന ആനയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറ്റിയില്ല അച്ഛാ, മല്ലന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അതല്ലെങ്കിൽ കംസൻ തന്നെ കൊല്ലും. വേഗം കാര്യം അങ്ങോട്ട് പറഞ്ഞു. അക്രൂരപ്പ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് ഇനി അച്ഛനോടോ അമ്മയോടോ പറയണ്ട, ഞങ്ങളോട് പറഞ്ഞതോ പറഞ്ഞു. അതുകൊണ്ട് ഇനി അധികമൊന്നും ആരോടൊന്നും പറയരുതെന്നാൽ ഞങ്ങളെ പറഞ്ഞേക്കില്ല കേട്ടോ. അങ്ങയുടെ കാര്യം നടക്കണമെന്ന് വെച്ചാൽ മൗനം ദീക്ഷിക്കണം. ആ ശരി, എന്നോട് പറഞ്ഞിട്ടേ, കംസൻ പറഞ്ഞിട്ട് ആരോടും പറയരുത്. ആയിക്കോട്ടെ ശരി എന്നാൽ ഇനി അതേപോലെ തന്നെ അപ്പോഴേക്കുണ്ട് നന്ദഗോപുര് വരണു. നന്ദഗോപുര് അക്രൂരനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. എത്രയൊക്കെ കഥകൾ ചോദിച്ചാൽ നിശ്ചയില്ലേ. കാരണം മറ്റേ സകല കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ കണ്ട് തന്നെ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ അറിയാം. എങ്കിലും ആ ചോദ്യവും ഉത്തരവും, വസുദേവരുടെ കഷ്ടസ്ഥിതിയും കംസന്റെ ക്രൂരതയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ്, പക്ഷേ അതൊക്കെ കുറച്ചേ പറഞ്ഞുള്ളൂ. കൃഷ്ണന്റെ കഥകൾ കൂടുതൽ ചോദിച്ച് അറിഞ്ഞ് അക്രൂരൻ ഈ ഭക്തിഭാവത്തോട് കൂടിയിട്ട് നന്ദഗോപരുടെ കയ്യിൽ നിന്നും യശോദയുടെ വാക്കല്ലാത്ത മൗനം, ആ മൗനം കൊണ്ട് തന്നെ പലതും യശോദയിൽ നിന്നും സ്വീകരിച്ചു. അങ്ങനെ രാത്രി മുഴുവൻ അങ്ങനെ കഴിഞ്ഞു എന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്, ധനുർയാഗമുണ്ട്. നിങ്ങൾ കംസൻ്റെ എന്ത് രാജാക്കന്മാരാ, സാമന്ത രാജാക്കന്മാരിലാണ് പെടുക. അപ്പം അതുകൊണ്ട് ഗോരസം നിങ്ങളിൽ നിന്നാണ് സ്വീകരിക്കാൻ കംസൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഗോരസം തന്നയക്കണം എന്നല്ല, കംസൻ്റെ ദൂത് എന്തോ അത് മാത്രം പറഞ്ഞു. ശരി എന്നെല്ലാം സന്തോഷത്തോട് കൂടിയിട്ട് അത് നന്ദഗോപുരം സ്വീകരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഗോപികമാർ സാധാരണഗതിയിൽ അങ്ങനെയാണ്, എല്ലാ ദിവസവും വെളിച്ചാവണേൻ്റെ മുന്നേ ആയിട്ട് ഈ നന്ദഗോപുര ഗൃഹത്തിലാണ് കണ്ണ് മുഴുവൻ എന്ന കൂട്ടത്തിൽ അന്നും കണ്ണ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് പുതിയ ഒരു സ്വർണ്ണരഥം കാണാനുണ്ട്, ഇതാര് എന്ന് അന്വേഷിക്കുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, കൊണ്ടുപോകാനാണത്രേ എന്നെല്ലാം കേട്ടത്. അതോട് കൂടിയിട്ട് അവരുടെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലായി. ഇപ്പം തന്നെ പകൽ അവർക്ക് കിട്ടണില്ല, രാത്രി മാത്രമേ കിട്ടണുള്ളൂ. 4 കൊല്ലമായിട്ട് രാത്രി കിട്ടിയത് പോരാ എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ രാസക്രീഡ മുഴുവൻ അനുഭവിച്ചിട്ടും കൃഷ്ണനെ ഇത്രയും കൂടുതൽ കൃഷ്ണൻ കൊടുത്തിട്ടും പകല് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരാൻ നിശ്ചയില്ല. അപ്പോഴേക്കും അവർക്ക് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ വരാൻ തുടങ്ങി. ഈ പട്ടണത്തിലുള്ള സ്ത്രീകൾ ഈ കൃഷ്ണനെ പാട്ടിലാക്കിയാൽ ഞങ്ങൾ ഈ പൊട്ടികളായിട്ടുള്ള വല്ലഭ സ്ത്രീകളെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഈ കൃഷ്ണൻ ആ പട്ടണത്തിലുള്ള സ്ത്രീകളിലെ ആ എന്തായാലും പറയുക പുറംപൂച്ചികൾ പലതുണ്ടല്ലോ, അതുകൊണ്ട്
അതിൽ ആ കൃഷ്ണൻ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മളെ അവർ മറക്കും. ഈ കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണി തന്നെ നഷ്ടപ്പെട്ട രീതിയിലല്ലേ വരിക. പലതും പറഞ്ഞു. അവർ തമ്മിൽ ഇനി ഇങ്ങനെ കരയാനുള്ളതൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കാരണന്മാരോട് പറഞ്ഞു വെക്കാം. കാരണന്മാർ കേട്ട ഭാവം നടിക്കുന്നില്ല. രാജാവിനോട് പറയാൻ നിവൃത്തിയില്ല, യശോദോടും പറയാൻ നിവൃത്തിയില്ല, നന്ദഗോപരോടും പറയാൻ നിവൃത്തിയില്ല. ഇനി ആരോടാ പറയേണ്ടത് എന്നായി. ആരും ശ്രോതാക്കളില്ലാത്തവരെന്താ ചെയ്യാം, എന്നാൽ നമുക്ക് കുറച്ച് കരയാ എന്ന് പറഞ്ഞു. കുറച്ച് കരഞ്ഞു. കരഞ്ഞത് ഭഗവാന്റെ നാമം വിളിച്ചുകൊണ്ടാണ്. ദാമോദര, മാധവ, ഗോവിന്ദ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറെ കരഞ്ഞു. പിന്നെ അവർ സ്വയമേവ തീരുമാനിച്ചു, കൃഷ്ണൻ ഇത് കേൾക്കണില്ലേ, കൃഷ്ണൻ അങ്ങോട്ട് പോകും സഹിച്ചു നിൽക്കുക, പിന്നെ എങ്ങനെ കൃഷ്ണൻ കേൾക്കുക. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ കേൾക്കണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പോണ വഴിക്ക് കൊണ്ടുപോകുന്നുള്ള ഉറപ്പായി. അപ്പം അതുകൊണ്ട് പോണ വഴിക്ക് ഖരാവ ചെയ്യാം എന്നവർ നിശ്ചയിച്ചു. പോണ വഴിക്ക് അവരെ തടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ തന്നെ നിന്നു എന്നാണ്. നമുക്ക് കിടക്കാമെന്ന് ആദ്യം തിരിച്ച്, പക്ഷേ കിടക്കാൻ തരയില്ല അത്ര. ഏതായാലും ആ കൃഷ്ണൻ്റെ യാത്രയിൽ എന്തൊക്കെയാണോ കൊണ്ടുപോകേണ്ടത് ആ സംഭാരങ്ങൾ മുഴുവന് രഥത്തിൽ കയറ്റി വെച്ചതിന് ശേഷം രാമനും കൃഷ്ണനും അതിൽ കയറിയിരുന്നു, നന്ദഗോപുരം കയറിയിരുന്നു, കുറച്ച് സുഹൃത്തുക്കളും കയറിയിരുന്നു, കുറച്ച് ഗോപബാലന്മാരും ആ രഥത്തിൽ കയറിയിരുന്നു. യാത്രയായിട്ട് ഞങ്ങൾ പോകുമ്പോഴാണ് ഈ ഗോപികൾ അവിടെ തടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വലിയ സങ്കടമായി. കൃഷ്ണനും സങ്കടമായി, ഗോപികൾക്ക് സങ്കടമായി. ഗോപികൾ ഉറക്കെ വിളിച്ച് കരയാനുണ്ട് നാമം ജപിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ഗോപനെ വിളിച്ച് പറഞ്ഞു, വരാമെന്ന് അവരോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ഏഷ്യാമി ഇതിലാകെ വേഗം തന്നെ വരാം എന്ന് പറഞ്ഞോളൂ. ഇപ്പം തൽക്കാലം കൂടുതലൊന്നും പറയാനും നിൽക്കണ്ട, തടുക്കാനും നിൽക്കണ്ട എന്നെല്ലാം ആ ഗോപനോട് പറഞ്ഞു. ഗോപൻ അതെല്ലാം കേട്ടു. ഈ രഥം തെളിക്കുന്നതായിട്ട് അക്രൂരോട് പറഞ്ഞു, അക്രൂരപ്പ വേഗം വിട്ടോളൂ, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപിക്കന്മാരെ അടുത്തെത്തിയപ്പോൾ ലേശൂടി അധികം വേഗത്തിൽ, അത് എങ്ങനെ വേഗത്തിൽ, വായു വേഗത്തിൽ വിട്ടു എന്നാണ്. ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കൃഷ്ണൻ പോയി. ആ ഒരു സങ്കടം അവരെങ്ങനെ സഹിച്ചു ചോദിച്ചാൽ മനസ്സിലായി. ഈ ഗോപൻ വന്നിട്ട് പറഞ്ഞില്ലേ എൻ്റെ കഥയില്ല, അത്രയും അങ്ങനെയാണ്. പോണ വഴിക്ക് ഭഗവാനെ കിട്ടിയുള്ള സന്തോഷം അക്രൂരന്. പക്ഷെ അപ്പോഴേക്ക് നേരെ ഉച്ചയായപ്പോഴാണ് കാളിയും തീരൊന്ന് ഇറങ്ങി സന്ധ്യാവന്തനൊക്കെ ചെയ്തു ഒന്ന് മുങ്ങിയപ്പോഴാണ് ഉള്ളിൽ രാമനെയും കൃഷ്ണനെയും ഈ വിഷ്ണുവായിട്ട് കണ്ടത്. ഇത് രാമനെയും കൃഷ്ണനും, അതെ. അപ്പോൾ ഒന്ന് പൊങ്ങിയിട്ട് രഥത്തിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ അവിടെ കണ്ടു. വീണ്ടും ഒന്നും കൂടി താഴെ നോക്കി. അപ്പോൾ അവിടെ കാണാണ്ട്. പിന്നെ നോക്കുമ്പോൾ അനന്തപത്മനാഭനായിക്കൊണ്ട് കണ്ടു. ഈശ്വരത്വത്തെ മുഴുവൻ മനസ്സിലായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈശ്വരനാണെന്ന് മനസ്സിലാക്കി. അക്രൂരിനൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. ഈ രാമനെയും കൃഷ്ണനെയും കംസൻ എന്തെങ്കിലും ചെയ്യോ? കുവരാപീഠായാലും മല്ലന്മാരായാലും മറ്റ് പലരും മഹാകേമന്മാരാണ്. കാരണം അവരുടെ വൃത്തികൾ മുഴുവൻ വളരെ മോശമാണ്. അപ്പം അതുകൊണ്ട് നല്ലതും അബദ്ധം അല്ല ദേവന്മാരാണ്, അല്ലാന്നല്ല, എന്നാലും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയമൊക്കെ ഭഗവാൻ തീർത്ത് കഴിഞ്ഞ് ഭഗവാൻ രഥത്തിലിരിക്കുകയാണല്ലോ. തോർത്തിയില്ല നിശ്ചയില്ല. എങ്ങനെയായാലും തേവാരം എങ്ങനെയൊക്കെയോ കഴിച്ചു. ഭഗവാനെ നല്ലോണം മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്വീകരിച്ചു. ഭഗവത്വത്തെ മുഴുവൻ അറിഞ്ഞു. ആ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. ഒരു അധ്യായം മുഴുവൻ സ്തുതിയാണ്. ഇവിടെ 1-2 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് മാത്രം പറഞ്ഞു. അതേപോലെ അക്രൂരൻ രഥത്തിനടുത്തെത്തിയപ്പോൾ, എന്താ അക്രൂരപ്പ, തണുപ്പുണ്ടോ വെള്ളത്തിന്? അതെ, തണുപ്പുണ്ട്, ചൂടുണ്ട്, അതൊക്കെ ഇപ്പം നല്ല മനസ്സിലാവുന്നുണ്ട്. ഭഗവാന്റെ ആ ചൂടെന്തായാലും എന്നിലുണ്ടായിരുന്നത് മാറ്റാനുള്ള തണുപ്പായിട്ട് ഞാനിപ്പോൾ ഇതാ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെല്ലാം അക്രൂരൻ അങ്ങോട്ടും പറഞ്ഞു. ഇങ്ങനെ വീണ്ടും അക്രൂരൻ്റെ ആ രഥത്തിൽ കയറിയിട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. പിന്നെ കംസൻ്റെ ആ കൊട്ടാരങ്ങളെ മുഴുവൻ നന്നായിട്ട് കാണുന്നതായിട്ടുള്ള രംഗം വിസ്തരിച്ചു. ഓരോരോ രംഗത്തിലും ഓരോരോ ലീലകൾ കാണിക്കാനുണ്ട്. രചകൻ വസ്ത്രം കൊണ്ടുപോകുന്ന സമയത്ത് ആ രചകനെ ധാരാളം വസ്ത്രങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അക്രൂരൻ കൃഷ്ണനോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വരുന്നില്ല, പിന്നീട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം ചോദിച്ചു. സമയമായാലേ അങ്ങോട്ട് വരാൻ പറ്റൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അക്രൂരപ്പനെ പറഞ്ഞേക്കുന്നു. പിന്നീട് പട്ടണം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത്. പട്ടണം കാണാൻ വേണ്ടി നടക്കുമ്പോഴാണ് രചകൻ അനവധി തുണി കൊണ്ടിട്ട് പോകുന്നത് കണ്ടത്. കൂടെ കുറേ സിബന്ധികളുണ്ട്. അവരുടെ തലയിലൊക്കെ ഭാണ്ഡക്കെട്ടുണ്ട്. ആ
തുണി കണ്ടപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്കും വസ്ത്രം തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തരാനുള്ള വസ്ത്രമല്ല, അതിന് കുറച്ച് യോഗ്യതയൊക്കെ വേണം എന്തായാലും ഒരു ഹാസം ആണ് അവിടെ രചകൻ ചെയ്തത്. അപ്പോൾ ഒന്ന് പിന്നാക്കം തിരിഞ്ഞ് നോക്കി കൃഷ്ണൻ. അപ്പോൾ കണ്ടു തൻ്റെ സീതാദേവിയെ പറ്റിയിട്ട് ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞ ഈ രചകൻ എന്നാൽ ഇനി മതി എന്ന് കണക്കാക്കി തൻ്റെ കൈയൊന്ന് മുന്നാക്കം നീക്കി നല്ലോണം നീട്ടം വെച്ചു. കയ്യിൻ്റെ 2 വിരലുകളെ കൊണ്ട് ഒരു എറ്റൽ അതോട് കൂടിയിട്ട് തല തെറിച്ചു പോയി. രചകനെ ഇപ്രകാരത്തിൽ തല നുള്ളിയെടുത്തുകൊണ്ട് ഭഗവാൻ മുക്തി കൊടുത്ത് കണ്ടപ്പോൾ, അദ്ദേഹം മരിച്ചു വീണ് കണ്ടപ്പോൾ സിബന്ധികളൊക്കെ പേടിച്ച് ആണ്ടുകെട്ടൊക്കെ അവിടെ ഇട്ടു ഓടി. കൃഷ്ണൻ പറഞ്ഞു, അതേ ഏട്ടാ, കൂട്ടുകാരോട് പറഞ്ഞു എല്ലാവർക്കും വേണ്ടതൊക്കെ എടുക്കാട്ടോ, എത്ര തൊടി മേടിച്ചതിലുണ്ട് എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം എടുത്തു. ആർക്കും പാകല്ല, വലിയ വലിയ ശരീരമാണ് അവരുടെയൊക്കെ ആ രാജാക്കന്മാരുടെയൊക്കെ. അപ്പം അതുകൊണ്ട് മല്ലന്മാരുടെയൊക്കെയല്ലേ, കംസൻ മഹാമല്ലനാണ്. അപ്പം അങ്ങനെയുള്ള ആ ശരീരം അവർക്ക് പാകല്ല. അപ്പോൾ തുന്നക്കാരൻ്റെ കട കണ്ടു. അവിടേക്ക് അവർ ഇങ്ങോട്ട് വരികയാണോ ഉണ്ടായത്, തുണി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയോ, ഇതൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. തുന്നക്കാരനോട് ചോദിച്ചു, ഇതൊന്ന് പാകാക്കി തരുമോ ചോദിച്ചു. അതിനല്ലേ ഞങ്ങളിവിടെ ഇരിക്കണത്, നിങ്ങളെ പോലുള്ളവരൊരു ആവശ്യം പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തു തന്നിട്ടില്ല അച്ഛാ, പിന്നെന്താ ഈ ജന്മസാഫല്യമായിട്ട് കിട്ടുക, അതുകൊണ്ട് തുന്നിത്തരാമെന്ന് പ്രകാരം പറഞ്ഞു. വളരെ ഭംഗിയായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള അളവിന് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവത് പ്രീത്യർത്ഥം അത് തുന്നിക്കൊടുത്തു. അത് സ്വീകരിച്ചു. തുന്നൽക്കാരനെ നല്ലോണം അനുഗ്രഹിച്ചു. അപ്പോഴാണ് മാലാക്കാരനെ കണ്ടത്. മാലാക്കാരനും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. മാലാക്കാരനെയും അതേപോലെ തന്നെ മുക്തി കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു. ഇനി ശിഷ്ടമുള്ള കാലം നിങ്ങൾ എന്ത് ചെയ്താലും, അത് സാത്വികമായാലും രാജസമായാലും തമോ ഗുണമായാലും നിങ്ങൾക്കതൊന്നും ഇനി ബാധിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ചിന്ത മുഴുവൻ ശുദ്ധസത്വത്തിലേക്ക് എത്തിക്കാനുള്ളതായിട്ടുള്ള മാർഗമായിരിക്കും എപ്രകാരം പറഞ്ഞുകൊണ്ട് അവരെ 2 പേരെയും അനുഗ്രഹിച്ചു. ഭഗവാൻ വീണ്ടും അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് കുബ്ജ കംസന്റെ കൊട്ടാരത്തിലേക്ക് കുറിക്കൂട്ടം കൊണ്ട് പോവുകയാണ്. കുറിക്കോട്ട് കൊണ്ടുപോകുന്ന കുബ്ജയെ പിന്നിൽ നിന്നാണ് ഭഗവാൻ വിളിച്ചത് സുന്ദരി എന്ന്. ഇന്നലെ പറഞ്ഞു ഞാൻ അല്ലേ, നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യം മനസ്സിലാവുന്നു. അങ്ങനെ സുന്ദരി എന്ന് വിളിച്ചു. അപ്പോഴാണ് കുബ്ജ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയത്. 2 സുന്ദരന്മാരെ തന്നെ വിളിച്ച് സുന്ദരനെ നല്ലോണം കണ്ടു. പ്രകൃതം ഈ വാക്കിൻ്റെ ധ്വനി, ആ സ്വരത്തിൻ്റെ പ്രത്യേകത, അതിൽ ഹാസമുണ്ടോ, എല്ലാവരും വിളിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് സ്വയമേ വിശകലനം ചെയ്തു. അപ്പോൾ ഭാവങ്ങളൊന്നും തന്നെ കളിയാക്കുന്നതല്ല എന്നും തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് എന്നും മനസ്സിലായപ്പോൾ വലിയ സന്തോഷമായി കുബ്ജയ്ക്ക്. വേഗം തിരിഞ്ഞു നിന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നായി. ഞങ്ങൾക്ക് ഈ കുറി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുബ്ജ പറഞ്ഞത് അങ്ങനെയല്ല, എൻ്റെ അമ്മ പോലും ഇങ്ങനെ കൂനി എന്നാണ് വിളിക്കാറ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സുന്ദരി എന്ന് വിളിച്ചു എന്നതാണ് ചോദ്യം. അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ എന്നാണ്. കുറിക്കൂട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഞാൻ എൻ്റെ കൈകൊണ്ട് നിങ്ങളെ കുറി ഇടിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് കൊടുത്തു. അപ്പോൾ കറുത്തയാൾക്ക് കറുത്ത നിറത്തിന് അനുകൂലമായിട്ടുള്ള കുറി, വെളുത്തയാൾക്ക് വെളുത്ത നിറത്തിനുള്ള കുറി, അതേപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ധാരാളം കുറിക്കൂട്ടുകൾ, നല്ലോണം സുഗന്ധമുള്ളത്, അതേപോലെ ശരീരത്തിൻ്റെ താപാതി കാര്യങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കാനുള്ള കുറിക്കൂട്ട്. അപ്പോൾ ചന്ദനമാണ് വെച്ചാൽ തണുപ്പാണ്, അങ്ങനെ രജോ ഗുണ വേണ്ടച്ചാൽ അത്, അതേപോലെ തമോ ഗുണത്തിൻ്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടിയിട്ടാച്ചാൽ അത്, സാത്വിക ഗുണ വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് വേണ്ടച്ചാൽ അത്. ഇങ്ങനെ ആകർഷകമാക്കിയിട്ട് സൗന്ദര്യം കൂട്ടുന്ന രീതിയിൽ, ശരീരത്തിന് സ്വസ്ഥത കൂട്ടുന്ന രീതിയിലുള്ള കുറിക്കൂട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അത് മുഴുവൻ തൊടിച്ചു. വളരെ സന്തോഷമായി ഭഗവാൻ. ഒരു ചന്ദനം ചാർത്ത് നടത്തിയ പോലെ സന്തോഷമായി. ഭഗവാൻ ആ സുന്ദരിയെ പിടിച്ചു. 2 കാലിൻ്റെ മുകളിലും പെരുവിരൽ കൊണ്ട് 2 വിരലിനെ കൊണ്ടാണ് ചവിട്ടി. 2 തള്ളവിരലും ചവിട്ടി. 2 വിരലുകൾ കണ്ട് ആ തൃക്കൈയെ ഈ താടിക്ക് താഴെ ഒന്ന് പിടിച്ചു. ഒന്ന് മുകളിലേക്ക് വലിച്ചോട് കൂടിയിട്ട് ആ വളവ് അങ്ങോട്ട് നിവർന്നു. സൗന്ദര്യമുള്ളതായിട്ടുള്ള ആകാര വടിവ് ആദ്യം തരാവണം, എന്നിട്ട് വേണം സൗന്ദര്യം. അപ്പോൾ അത് ആദ്യം കൊടുത്തു ഭഗവാൻ. അതിനുശേഷം മനസ്സിലുള്ള ഈ സൗന്ദര്യമുണ്ട്, അത് അത്രയും സാത്വിക ഭാവത്തിലാണ് ആ കുബ്ജ. അതുകൊണ്ട്
അകത്തുള്ള സൗന്ദര്യം പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ ആക്കി തീർക്കുകയും ചെയ്തു. തൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാവമാറ്റം കണ്ടതോട് കൂടിയിട്ട് കുബ്ജയ്ക്ക് വളരെയധികം സന്തോഷമായി. തന്നെ ഇപ്രകാരത്തിൽ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ഒരു നല്ല ഭാവത്തിൽ എത്തിച്ചില്ലേ, അതുകൊണ്ട് ഈ എത്തിച്ച ആൾ തന്നെയാണ് തൻ്റെ ഭർത്താവ് എന്ന മനസ്സുകൊണ്ട് വരിച്ചു. ഉടനെ തന്നെ താമസമൊന്നും ഉണ്ടായില്ല. ഭഗവാന്റെ തൃക്കൈ പിടിച്ചു, നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പം കലായിട്ടില്ല, പിന്നീടാവാം, ഏഷ്യാമി വന്നോളാം, ഇപ്പം പോയിക്കോളൂ, വേണ്ടത് എന്താണോ അത് ഞാൻ തന്നിരിക്കും എന്ന് ആ കുബ്ജയെ അനുഗ്രഹിച്ചു. വീണ്ടും അങ്ങനെ പോകുന്നു. ഓരോ പിറ്റേ ദിവസമായി തോന്നുന്നുണ്ട്. എന്തായാലും അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം വെച്ചാൽ വലിയൊരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ കുവലയാപീഠത്തിനെ നിർത്തിയിരിക്കുന്നത്. 10,000 ആനകളുടെ ശക്തിയാണ്. എത്രത്തോളം ആ ആനയെ പ്രൊവോക്ക് ചെയ്യിക്കുന്നുവോ അല്ലെങ്കിൽ ഭീരെടുപ്പിക്കുന്നുവോ അത്രത്തോളം ആന ശക്തിമാനായതുകൊണ്ട് അത്രയും കൂടുതൽ അതിൻ്റെ പരാക്രമം കാണിക്കും. അവിടെ അമ്പഷ്ടൻ ആനപ്പാപ്പൻ മറ്റേ രാമകൃഷ്ണന്മാർ വന്ന് ഞങ്ങൾക്ക് വഴി തരാൻ വേണ്ടി ആനയൊന്ന് മാറ്റൂ മഹാമാത്ര എന്നിങ്ങനെ വിളിച്ചു. അമ്പഷ്ട വിളിച്ച ആനക്കാരാണ് ഒരു എന്തായാലും പറയുക കളിയാക്കുന്ന രീതിയിലും പുല്ല് എന്ന് വെച്ചാൽ അത്രയും തൃണവതാണ്. അങ്ങനെ കണക്കാക്കിയപ്പോൾ അത് ഒട്ടും സമ്മതായില്ല. അപ്പോൾ പേരും കൂടി വിളിച്ചുകൊണ്ട് ആനയെ മാറ്റണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആനയെ നല്ലോണം ഒന്ന് പ്രേരിപ്പിച്ചു, എന്താച്ചാ ചെയ്തോളൂ എന്ന നിലയ്ക്ക് ആനയും അതേപോലെ തന്നെ നന്നായിട്ട് ഇപ്പം കൊല്ലാം എന്ന രീതിയിൽ, എളുപ്പമായിട്ട് കൊല്ലാം എന്ന രീതിയിൽ രാമകൃഷ്ണന്മാരെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാമൻ മാറി നിൽക്കുന്നു. കൃഷ്ണൻ തന്നെയാണ് നേരിട്ട് ആനയുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളത് ഒളിച്ച് കളിക്കുക എന്ന രീതിയിലും കുസൃതികൾ കാണിക്കുക എന്ന രീതിയിലും കാലിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തുമ്പിയുടെയും കാലിൻ്റെയും ഇടയിൽ കൂടെ ഇവിടെയൊക്കെ ആനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ രീതിയിലുള്ള വേഗത്തിലാണ് ഭഗവാന്റെ പ്രവൃത്തി. ആനയ്ക്ക് ചുണ്ടി കൂടുതൽ വന്നു. അങ്ങനെ ഒരു തവണ ആന കുത്താൻ വേണ്ടിയിട്ട് നല്ല താപ്പിന് കിട്ടി എന്നാണ്. അപ്പം താപ്പിന് കിട്ടിയതോട് കൂടിയിട്ട് 2 കൊമ്പും അങ്ങോട്ട് ഇറക്കി വെച്ചു നല്ലോണം. പക്ഷെ അത് ഭഗവാന്റെ മേലല്ല കൊണ്ടത്, അത് ഭൂമിയിലാണ് കൊണ്ടത്. ഭൂമിയിൽ അങ്ങോട്ട് ഈ ഊക്ക് കാരണം കൊണ്ട് കുറച്ചധികം താഴത്തേക്ക് അങ്ങോട്ട് പോയി മസ്തകം വരെ തൊട്ടു ഭൂമിയിൽ എന്നാണ്. അപ്പോൾ ഭൂമിദേവി കണക്കാക്കി, എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ അസുരനായിട്ടുള്ള നിനക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കൊമ്പ് ഇങ്ങനെ പിടിച്ചു വെച്ചു. അത്രേ പലതും പ്രയത്നിച്ച് നോക്കി, ആരോഗ്യം എത്രത്തോളം പ്രയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു നോക്കി. ആനയ്ക്ക് കൊമ്പെടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു എന്ന് മനസ്സിലായപ്പോൾ കൊമ്പിനെ വിട്ടു എന്നാണ്. കൊമ്പിനെ വിട്ടപ്പോൾ കൊമ്പ് എടുക്കാൻ തരായി. ഭഗവാൻ ആ കൊമ്പ് ആനകൾ ഊരിയെടുക്കുന്നതോട് കൂടിയിട്ട് ആ 2 കൊമ്പും 2 കൈകൊണ്ട് ഇങ്ങോട്ട് പിടിച്ചു. തൻ്റെ തൃക്കാല് കൊണ്ട് മസ്തകത്തിൽ കൊടുത്തു ഒരു ചവിട്ട്. ആ ചവിട്ടോട് കൂടിയിട്ട് തന്നെ ആനയുടെ നല്ലോണമുള്ള വേദന, നല്ലോണം എല്ലാം ചോദിച്ചാൽ അത്രയും കൂടുതൽ വേദനിച്ചു. മാത്രമല്ല ഒരുപാട് ദൂരെ ആന ഇരിക്കക്കൊത്തിലെ പിന്നാക്കം ചെന്ന് വീണു എന്നാണ്. അവിടെ നിന്ന് വീണ്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആന എഴുന്നേറ്റ് വന്നത്. എഴുന്നേറ്റ് വന്ന് വീണ്ടും കുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നു. കുത്താൻ വേണ്ടി വന്നതല്ല, ആനയുടെ കൊമ്പ് ഇങ്ങോട്ട് പിടിച്ചു. കാല് അതേപോലെ തന്നെ ആനയുടെ മസ്തകത്തിൽ വെച്ചു. ഒന്ന് ഊക്കോടെ ഒരു ചവിട്ട് കൊടുത്തു. 2 കൈകളെ കൊണ്ടും ആ കൊമ്പ് ഇങ്ങോട്ട് വലിച്ചോട് കൂടിയിട്ട് ജീവനുള്ള ആനയുടെ ശിരസിൽ നിന്ന് ഈ കൊമ്പ് ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് എടുക്കാണ്ടായതേ. അപ്പോൾ ആനയ്ക്കൊരു വേദന നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ഈ 2 പല്ല് പറിച്ചാൽ പോലും നമുക്ക് അസഹനീയമാണ്. ആ പല്ലാണ് ഈ മുകളിലേക്കും താഴേക്കും ഒരേപോലെ വളർന്നിരിക്കണതേ. ആ ശിരസിൽ നിന്ന് ഇതിങ്ങോട്ട് കട പറഞ്ഞാൽ പോരുമുണ്ടാവുന്ന വേദന അത് എത്ര അധികമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു അസുരനായിട്ടുള്ള ഈ ആന പൂർവ്വജന്മം എഴുതി വെച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ഏതായാലും ആ ആന കുവലയാപീഠം എന്ന ഈ 10,000 ആനയുടെ ശക്തിയുള്ളതായിട്ടുള്ള മതിച്ച ആനയുടെ ശക്തി ഉള്ളതായിട്ടുള്ള ഈ ആനയ്ക്ക് ഈ ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ഈ വേദന അതോട് കൂടിയിട്ട് സകലവിധ താപവും തീരുകയാണ്. ഇനി എന്തൊക്കെ പ്രാരബ്ധമുണ്ടോ അത് മുഴുവൻ ഭഗവാൻ ഈ വേദന അനുഭവിപ്പിച്ചതോട് തീർത്തു കഴിഞ്ഞു. അങ്ങനെ തീർത്തോട് കൂടിയിട്ട് ആന മുക്തി പ്രാപിച്ചുകൊണ്ട് ആന ചരിയണു. ആ ആനയ്ക്ക് മുക്തി കൊടുത്തു. പറിച്ചെടുത്തതായിട്ടുള്ള കൊമ്പ് ഒന്ന് ഏട്ടന് കൊടുത്തു. പാപ്പാനെ തച്ച് കൊന്നു. പിന്നെ അവിടുന്ന് കൊമ്പും കൊണ്ടാണ് നടക്കണത്. അങ്ങനെ ധനുസ് പൂജിക്കാൻ വെച്ചതായിട്ടുള്ള ധനുസിൻ്റെ അടുത്തേക്ക് എത്തി. കാവക്കാരൊക്കെ വന്നവരെ മുഴുവൻ കൊമ്പ് കൊണ്ട് തച്ച്
പൊട്ടിച്ചു. അദ്ദേഹം തല പൊട്ടിച്ച് അവരെയൊക്കെ വധിച്ചു. കടക്കരുത് എന്ന് പറഞ്ഞു. കടന്നതിൻ്റെ ശേഷം അത്രയും പറഞ്ഞു. അപ്പോൾ ശുണ്ഠി വന്നു എന്നാണ്. ഏതായാലും വില്ല് തൊടരുത് എന്ന് പറഞ്ഞു, അതും തൊട്ടു. എടുക്കരുത് എന്ന് പറഞ്ഞു, എടുത്തു. വില്ല് ഞാണിൽ കൂട്ടിക്കെട്ടി. അത് കൂട്ടിക്കെട്ടാൻ തരായില്ല, അതിൻ്റെ മുന്നേ തന്നെ അത് പൊട്ടുകയും ചെയ്തു. ഈ വില്ല് പൊട്ടണോന്ന് കൂടിയിട്ട് അതിൻ്റെ ശബ്ദം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഭേദിക്കുന്ന രീതിയിൽ ദുഷ്ടന്മാർക്ക് അസഹനീയമായിട്ടും അതേപോലെ ശിഷ്ടന്മാർക്ക് വളരെ സാത്വികമായിട്ടുള്ള ഒരു ഭാവത്തിലും ആ ശബ്ദത്തിനെ കേട്ടു എന്നാണ്. കംസൻ പേടിച്ച് വരച്ച് പോയി. തൻ്റെ ഈ ശിവധനുസ്, താൻ ഇത്രയും കാലം പൂജിച്ചതായിട്ടുള്ള മഹാദേവന്റെ അനുഗ്രഹം, ഈ ശിവധനുസ് എന്നാണോ ആരാണോ ഭഞ്ജിക്കുന്നത് അന്ന് മൃത്യു എന്നാണ്. അപ്പം അത് കേട്ടത്, അത് ഓർമ്മ വന്നതായിട്ടുള്ള ആ കംസൻ വളരെയധികം ഭയന്നു പോയി. ഇനി എന്ത് വേണ്ടു എന്ന് ചിന്തിക്കുന്നു. ആ സമയത്ത് തന്നെ തനിക്ക് തൻ്റേതായിട്ടുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്നത് മുഴുവൻ പ്രയോഗിച്ചു എന്നാണ്. എങ്ങനെയൊക്കെ കൃഷ്ണനെ തടുക്കാൻ പറ്റുമോ, ഏതൊക്കെ വിധം യുദ്ധമുറകളിലൂടെയോ അല്ലെങ്കിൽ സൂത്ര വഴികളിലൂടെയോ എന്ത് വേണിച്ചാൽ ഉപയോഗിക്കാം. ഏത് ഉപായം കൊണ്ടായാലും വേണ്ടില്ല കൃഷ്ണനെ വധിക്കണം. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷെ അതൊന്നും അവിടെ സാധ്യതപ്രായമായില്ല. അപ്പോഴേക്കും മല്ലന്മാരെ കണ്ടു. മല്ലന്മാരോട് പറഞ്ഞു, ആ വേഗം വധിച്ചോളൂ കേട്ടോ, യുദ്ധം എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നു. മല്ലന്മാരും കൃഷ്ണൻ തമ്മിലുള്ള ഒരു സംവാദം. മല്ലന്മാർ വലിയ മല്ലന്മാരാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിൽ നേരെയാവുമെന്ന് തോന്നില്ല. ആൾക്കാരാച്ചാൽ ഗാലറിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് ഈ മല്ലയുദ്ധം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ രണ്ട് കൂട്ടരുടെയും ഈ വലിയ ശരീരവും ചെറിയ ശരീരവും കൂടി കണ്ടപ്പോൾ ഒന്ന് കൗതുകം, ഒന്ന് ഭീകരം. അതുകൊണ്ട് ഈ യുദ്ധം അനുയോജ്യം എന്നെല്ലാം വിധിച്ചു. ആൾക്കാർ അതെല്ലാം ഉറക്കെ പറയാൻ തുടങ്ങി. അപ്പം എല്ലാവരോടും ശാന്തനാവാൻ വേണ്ടിയിട്ട് കംസൻ പറയുന്നു. അത് ശാന്തമായില്ല. എന്നാലും ഈ മല്ലന്മാർ അവരവരുടേതായിട്ടുള്ള ശക്തിയെ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടും അതേപോലെ കൃഷ്ണൻ അതിനെ ഏറ്റവും ചെറുത് എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ടും പറഞ്ഞു, ഞങ്ങളും തമ്മിലുള്ള ഒരു യോജിപ്പ് ശരിയാവണില്ല. അതുകൊണ്ട് നമുക്ക് യുദ്ധം വേണ്ട. നിങ്ങൾ തമ്മിൽ തച്ചോളൂ, ഞങ്ങൾ തമ്മിൽ തച്ചോളാം, ഞാനും വേട്ടനെ കൂടിയിട്ട് തച്ചോളാം. അവർക്ക് കാണല്ലേ വേണ്ടോ എന്ന് ചോദിച്ചു. അതെന്തായാലും പോരാ, നമുക്ക് തമ്മിലാവാം. ഈ ആനയെ കൊന്ന് നിങ്ങൾ അത്ര മോശക്കാരല്ല, ആ വീരത ഇപ്പോൾ കളഞ്ഞു തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏതായാലും തമ്മിലുള്ള യുദ്ധം. ഇതിനു മുന്നേ അവർ തമ്മിൽ യുദ്ധം നടത്തിയപ്പോഴാണ് പ്രലംബൻ വന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം നടത്തിയത്. അപ്പോൾ ഒരു എക്സസൈസ് മുന്നുണ്ടായിട്ടുണ്ട്, ഒരു പ്രാക്ടീസ്. ഏതായാലും അവർ തമ്മിൽ ഈ മഹാമല്ലന്മാരെങ്ങനെയാണോ യുദ്ധം ചെയ്യുന്നത്, പിടിക്കുക, വിടുക, അതേപോലെ മലത്തി അടിക്കുക, മറ്റേ എന്തൊക്കെയാ പല തരത്തിൽപ്പെട്ട യുദ്ധം മറകളുണ്ട്, അതെല്ലാം നന്നായി തന്നെ ചെയ്തപ്പോൾ ആ മല്ലന്മാർക്കും വലിയൊരു സന്തോഷം. കാരണം ഇത്ര ചെറിയ കുട്ടികളെ ഇങ്ങനെ ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്നൊക്കെയാണ് ആദ്യം കണക്കാക്കിയത്. പക്ഷെ പിന്നെ കിട്ടിയത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെറിയ പ്രഹരത്തിന് അത്ര വേദനയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ചെറിയ പ്രഹരം പറഞ്ഞിട്ട് കാര്യമില്ല, അസഹനീയം തന്നെ. എല്ലാം പൊട്ടി, തലയൊട്ടി മലത്തി അടിച്ചു. പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ ചോര ഛർദ്ദിച്ചുകൊണ്ടാണ് പലരും മരിച്ചുപോയത്. 8 മല്ലന്മാരുണ്ടായിരുന്നു. 8 മല്ലന്മാരെയും ഈ 2 പേര് വധിക്കുക തന്നെ ചെയ്തു. അതോടുകൂടിയിട്ട് കംസൻ പലതരത്തിൽപ്പെട്ട ജൽപ്പനങ്ങൾ എന്നുള്ള രീതിയിലാണ് ആജ്ഞയെ പുറപ്പെടുവിച്ചത്. അത് മുഴുവൻ എല്ലാവരും കേട്ടു. അല്ലാണ്ട് കേൾക്കണതിന് മുന്നേ കൃഷ്ണൻ തൻ്റെ യോഗശക്തി കൊണ്ട് 7ാം നില മാളികയുടെ മുകളിലേക്ക് ചാടി. അവിടെ ചെന്നപ്പോൾ തടുക്കാൻ വേണ്ടി ശ്രമിച്ചു അത്രേ. ആകെ ഒരു വാള് മാത്രമേ കയ്യിലുള്ളൂ. ഏതായാലും ആ വാള് കൊണ്ടുള്ള പ്രയോഗമൊന്നും അവിടെ നടന്നില്ല. വാളൊക്കെ തട്ടി തെറിപ്പിച്ചു. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ആ മാളികയിൽ നിന്ന് മഞ്ചത്തിലേക്ക് കൃഷ്ണൻ മറ്റേ കംസനെ ഇങ്ങോട്ട് താഴത്തേക്കിട്ടു. അതീവ വലിപ്പമുണ്ട്, പിന്നെ ഘനമുണ്ട്. അങ്ങനെയുള്ള കംസൻ ആ മഞ്ചത്തിൽ അങ്ങോട്ട് വീണപ്പോൾ ഇത്രയും മുകളിൽ നിന്നല്ലേ വീഴുന്നത്. ആ വീഴ്ച തന്നെ നല്ലൊരു ആഘാതമായി. ഭഗവാൻ തൻ്റെ ആ ശരീരം ചെറിയ ശരീരമാണ്, പക്ഷേ അതിന് ബ്രഹ്മാണ്ടത്തിനേക്കാൾ കൂടുതൽ വലിപ്പം. അതെങ്ങനെയാ വെച്ചാൽ 16 കലകളോട് കൂടിയിട്ട് വന്നുള്ള ഒരാൾക്ക് ഭഗവാന് മാത്രമേ എന്നെ വധിക്കാൻ പാടൂ എന്നതാണ് കംസൻ വരമായിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശിവഭക്തനുമാണ് ബ്രഹ്മാവിൽ നിന്ന് ഈ വരമുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് അത് പൂർണ്ണമാക്കി കൊടുക്കണം. അത് പൂർണ്ണമാക്കണമെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെയൊക്കെ കൂടുതൽ എല്ലാം അത് പൂർണ്ണമാണെച്ചാൽ അത്രയും വേണം. അപ്പം അതുകൊണ്ട് അത് മുഴുവൻ ആ കനം മുഴുവനെ ഭഗവാൻ തൻ്റെ ചെറിയ ശരീരത്തിൽ അങ്ങോട്ട് ഒളിപ്പിച്ചു. എന്നിട്ട് വീട് കിടക്കുന്നതായിട്ടുള്ള കംസൻ്റെ മാറത്തേക്ക് തന്നെ ഭഗവാൻ ആ ഭാരം മുഴുവൻ ഒന്നിച്ചങ്ങോട്ട് കൊണ്ട് ഇറക്കി. അപ്പോൾ
ഒരു വലിയ ഹാമറിങ് ആണ് വന്നത്. അത് കിട്ടിയതോട് കൂടിയിട്ട് നല്ലോണം ഒന്ന് കണ്ണ് തുറച്ചു കൊണ്ട് കംസൻ ഈ കൃഷ്ണനെ നോക്കിയപ്പോൾ കൃഷ്ണൻ ചോദിച്ചു അത്രേ കണ്ണുകൊണ്ട് 16 കലകളെ കണ്ടില്ലേ ചോദിച്ചു. കണ്ടുട്ടോ ഭഗവാനെ എന്ന് പറഞ്ഞ് ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ട് ഭഗവാൻ തൻ്റെ ജീവനെ ലയിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഭഗവാന്റെ അവതാരം എന്നുള്ളത് ഈ കംസ വധത്തിന് വേണ്ടിയിട്ട് താൻ തന്നെ മുഴുവൻ പരിപൂർണതമനായിട്ട് വരാനുള്ള കാരണം, 16 കലകളോട് കൂടിയിട്ട് വരാനുള്ള കാരണം, കഴിഞ്ഞ ജന്മത്തിലെ കാലനിയമിയായിട്ടുള്ള അസുരനെ വധിച്ചപ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടായത്രേ. കാരണം അങ്ങനെ തെറ്റൊന്നും കാലനിയമി ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ബലിയുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ചെയ്യാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുറ്റബോധം കൂടി ഭഗവാൻ പറഞ്ഞു എന്നാണ്. കാരണം എന്നെ ഇങ്ങനെയല്ലേ വധിച്ചത്, അതുകൊണ്ട് എന്നാൽ എല്ലാം കൂടിയിട്ട് കാണിച്ചാൽ മാത്രമേ എന്നെ വധിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 16 കല പറഞ്ഞത്. അപ്പോൾ അത് പൂർത്തിയായില്ലേ, വേണ്ട രീതിയിലായില്ലേ ചോദിച്ചു. ഭഗവാനെ വളരെ സന്തോഷമായി എന്ന് അനുഗ്രഹീതനായിക്കൊണ്ട് ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് കംസൻ ഈ ഭഗവാൻ ലയിച്ചു. പിന്നീട് ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ കംസമുക്തി കൊടുത്തോട് കൂടിയിട്ട് കംസൻ്റെ സഹോദരന്മാരുണ്ട് 8 മഹാകേമന്മാരായിട്ടുള്ള ദുഷ്ടന്മാർ. ആ ദുഷ്ടന്മാരെ മുഴുവൻ ഈ രാമനും ഒക്കെ കൂടിയിട്ട് വധിച്ചു. അതിനുശേഷം വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഈ അസത്തുക്കൾ എന്തൊക്കെയുണ്ടോ അവരെ മുഴുവനെ ഭഗവാൻ നശിപ്പിച്ചു. പിന്നെ സ്വത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സ്വത്ത് കുറച്ച് ഇനി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു. അങ്ങനെ ഉഗ്രസേന മഹാരാജാവ് കംസൻ്റെ അച്ഛനാണ്, കാരാഗൃഹത്തിലാണ് കിടക്കുന്നത്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. അപേക്ഷ പോലെ പലതും ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു. ഏതായാലും അങ്ങ് രാജാവാകണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനല്ല, ഒരു രാജാവിനെ കൊന്നയാളാണ്, രാജാധികാരത്തിന് അധികാരം എന്നെല്ലാം പറഞ്ഞു. അതൊന്നും പറ്റില്ല മുത്തശ്ശ, അങ്ങ് വരിക തന്നെ വേണമെന്ന് മുത്തശ്ശനോടും. അതേപോലെ തന്നെ അച്ഛനമ്മമാരും കാരാഗൃഹത്തിലാണ്, അവിടെ ചെന്നത് പറഞ്ഞു കുറച്ച് വലിയ വലിയ നിയമങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ബാലന്മാരെ, കുട്ടികളെ, തൻ്റെ സ്വന്തം കുട്ടികളെ എന്ന രീതിയിൽ കണക്കാക്കിയിട്ടാണ് അച്ഛനമ്മയും നിൽക്കുന്നത്. അവരോടാണ് പറഞ്ഞത്, അച്ഛനും അമ്മയ്ക്കും ലാളിക്കുക എന്നത് ഒരു ജന്മാവകാശമാണ്, അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു ധർമ്മവുമാണ്. ആ ധർമ്മം എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് അച്ഛനും അമ്മ എന്നെ ശപിക്കരുത് കേട്ടോ. സ്വന്തം മാംസം സ്വയമേവ തിന്നുകൊണ്ട് നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അത് ഒഴിവാക്കി തരണട്ടോ അച്ഛ എന്നാണ് വസുദേവരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞതേ. അപ്പോൾ മഹാപണ്ഡിതനായിട്ടുള്ള ഈ വസുദേവരെ തനിക്ക് ഭഗവാൻ തന്നെ പൂർണ്ണനായിട്ട് വന്നുല്ലോ, തന്നെ ഇപ്രകാരത്തിൽ ജ്ഞാനം തന്നുകൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നുവല്ലോ, തനിക്ക് യാതൊന്നും കഴിവില്ല എന്നതായി ഇതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നല്ലോ എന്നാണ് തോന്നിയത്. ഭഗവാൻ മായ പ്രയോഗിച്ചു. അതോട് കൂടിയിട്ട് അച്ഛനും മകനും അമ്മയും മകനുമായിട്ട് മാറി. ഇനി എല്ലാവരും കൂടിയിട്ട് ഉഗ്രസേനെ രാജാവാക്കുകയാണ് വേണ്ടത്. രാജാവിനെ ആ രീതിയിൽ കുളിച്ച് അലങ്കരിപ്പിച്ചൊക്കെ കൊണ്ടുവന്നപ്പോൾ വരച്ച് മറ്റേ അദ്ദേഹത്തിന് നടക്കാൻ തന്നെ വയ്യ, അത്രയും പ്രായമുണ്ടേ, ഒരുപാട് പ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, കിരീടമൊന്നും വയ്ക്കണ്ട, അങ്ങനെ ആ സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കാം, എന്നിട്ട് ഒപ്പിടാൻ ഭരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറ്റില്ല മുത്തശ്ശ എന്ന് പറഞ്ഞ് വിളിച്ച് അതിൻ്റെ വിധിയാവണ്ണം കിരീടം വയ്ക്കുന്ന സമയത്ത് ഭഗവാൻ നിശ്ചയിച്ചു. എന്നാൽ ഇപ്പോൾ ഈ തോന്നാനുള്ള കാരണം എന്താ, യൗവനമില്ല എന്നല്ലേ. എന്നാൽ യുവത്വത്തോട് കൂടിയിട്ട് പ്രായം ഇങ്ങോട്ട് കുറച്ചു അത്രേ, ഒരു 35 വയസ്സ് 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായമായിട്ട് ഈ കിരീടം അങ്ങോട്ട് വയ്ക്കുന്നതോട് കൂടിയിട്ട് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ യുവത്വം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. അതാണ് കൊടുക്കുമ്പോൾ ഭഗവാന് പോലും കുറച്ച് മനസ്സിൽ എന്തോ ഒരു കടം തീർന്ന മട്ടണ്ടായിന്ന. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഉഗ്രസേന രാജാവ് മരുത്തൻ എന്ന രാജാവാണ്. ആ രാജാവ് യാഗം ചെയ്ത സമയത്ത്, ആ യാഗം ചെയ്തതെന്ന് വെച്ചാൽ ആ ഉള്ള യാഗങ്ങൾക്കൊക്കെ ഫലം കൊടുക്കാൻ യാഗഫലദാതാവാണല്ലോ ഭഗവാൻ. അപ്പോൾ ഈ വരം കൊടുത്തത് അന്ന് മതിയായില്ല. മരുത്തൻ്റെ യാഗം പോലൊരു യാഗം ഉണ്ടായിട്ടില്ല എന്നാണ്. മരുത്തൻ്റെ യാഗം, വരുണൻ്റെ യാഗം, അതേപോലെ ഈ ഉഗ്രസേനൻ്റെ യാഗം, രാജസ്വ യാഗം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള യാഗമാണ്.
അതിൻ്റെയൊക്കെ താഴെയുള്ള യുധിഷ്ഠിരൻ്റെ യാഗം. അത് വളരെ ഈ നമ്മൾ യുധിഷ്ഠിരൻ്റെ രാജസൂയാണല്ലോ മാക്സിമത്തിലൊക്കെ പറയാറുണ്ട് അല്ലേ. അതൊക്കെ വളരെ നിസ്സാരാണെന്നാണ്. അപ്പോൾ ഈ 3 യാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് മരുത്തൻ്റെ യാഗം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർക്ക് കൊടുത്ത ദ്രവ്യം കൊണ്ടുപോകാൻ പോലും പറ്റിയില്ല, അത്രയും കൂടുതലായിരുന്നു. അതേപോലെ ഈ ആനക്കൊമ്പ് കൊണ്ട് പാത്രങ്ങൾ, സ്വർണം കൊണ്ട് പാത്രങ്ങൾ, അതേ കൗശയപ്പട്ട് കൊണ്ട് വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം വിശിഷ്ടം, അതിവിശിഷ്ടം. അതേപോലെ ദേവന്മാർ തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. പിന്നെ മത്തന്മാരായിക്കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത്തരവസ്ഥ എല്ലാവർക്കും വന്നു. പിന്നെ ഒരു തവണയല്ലല്ലോ, അനവധി തവണയല്ലേ. അപ്പോൾ അത് മുഴുവൻ വരം കൊടുത്തിട്ട് മതിയായില്ല. അപ്പം അതുകൊണ്ട് ആ കടം ഇപ്പോൾ തീർക്കാം എന്ന് നിശ്ചയിച്ചിട്ടാണ് ഭഗവാൻ. എപ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുക? എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള സമയത്ത് യുവത്വം കിട്ടിയിട്ടില്ല വെച്ചാൽ, ധനമുള്ള സമയത്ത് ധനത്തിനെ വിനിയോഗിക്കാൻ നമ്മുടെ ശരീരം സജ്ജമല്ലെങ്കിൽ അത് ദുഃഖമായിട്ടാണ് വരിക. പൈസ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. വേണ്ടത് വേണ്ട സമയത്ത് കിട്ടണം. 90-ാമത്തെ വയസ്സിൽ 16 കാര്യം കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ന കൂട്ടത്തിൽ ഈ ഭഗവാൻ നിശ്ചയിച്ചു ഈ മരുത്തന് ഇപ്പോൾ തന്നെ കൊടുക്കാം. എന്താ കാരണം? ഞാൻ ഇവിടെയുണ്ട്. എൻ്റെ പരിപാലകരായിട്ട് എനിക്ക് സേവനം ചെയ്യുന്നതായിട്ടുള്ള അഷ്ടദിക്പാലകന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഈ ഉഗ്രസേനനെ ആവട്ടെ സേവിക്കല് എന്ന് നിശ്ചയിച്ചു എന്നാണ്. അതുകൊണ്ട് അപ്പോൾ അത് അനുഭവിക്കുന്ന എന്ത് വേണം? യുവത്വം കൂടി വേണം. ആ യുവത്വം കൂടി അനുഭവിപ്പിച്ചുകൊണ്ട് മുത്തശ്ശ സമ്മതായില്ലേ ചോദിച്ചു. ഇനി ഭരിച്ചോളേ? ഭരിച്ചോളാം. സംശയം? ഒരു സംശയമില്ല, എല്ലാം ഞാൻ ചെയ്തോളാം. കൃഷ്ണൻ്റെ ആജ്ഞ ഉണ്ടായാൽ മതി, അനുഗ്രഹം ഉണ്ടായാൽ മതി. ഭഗവാനായിട്ട് കണ്ടു എന്നാണ്. ഏതായാലും ഇങ്ങനെ രാജാവാക്കിയതിൻ്റെ ശേഷം അച്ഛനും അമ്മയ്ക്കും തോന്നി ഈ ഉണ്ണികൾക്ക്, അപ്പോഴേക്കും മക്കളായി, ഈ ഉണ്ണികൾക്ക് ഉപനയനം തൊട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. അന്ന് നാമകരണം നടത്തിയിട്ട് ഗർഗർ പോയതാ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. വേഗം വിളിച്ചു, ഗർഗരെ വിളിച്ചു. അതേപോലെ തന്നെ ഈ കംസൻ്റെ ദുർഭരണം കാലം കൊണ്ട് കുറേ ആളുകൾ പേടിച്ചിട്ട് പോയി. ചില സാത്വികർ ദുഷ്ടത കാണാൻ വയ്യ വിചാരിച്ച് മറ്റെവിടേക്കൊക്കെ പോയി. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നു. എല്ലാവരും കൂടിയിട്ട് ഇവിടെ എത്തി. ആ സമയത്ത് ഗർഗ മഹർഷിയെ കൊണ്ടുവന്നു. വിധിപ്രകാരമുള്ള യാഗാദി കർമ്മങ്ങളെല്ലാം നല്ലോണം, ഉപനയനം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്തു. അതൊക്കെ ചെയ്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയക്കണം. സാന്ദീപനി മഹർഷിയുടെ അടുത്ത് കാശിയിൽ അവിടെ ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം പഠിച്ചു വരുമെന്ന് പറഞ്ഞ് 2 പേരെയും പറഞ്ഞയക്കണം. അവിടെ ചെന്ന് ഗുരുവിൽ നിന്ന് 64 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിദ്യകളെ 64 ദിവസം കൊണ്ട് രാവും പകലും ഇടതടവില്ലാതെ കണ്ട് സ്വീകരിച്ചു എന്നും ഗുരുവിന് ഉണ്ടായിരുന്ന ജ്ഞാനത്തെ മുഴുവൻ ശരിയെന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് ഗുരുവിനെ സന്തോഷിപ്പിച്ചു എന്നും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഈ ബന്ധം ഭഗവാനും ഭക്തനും എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദക്ഷിണ ഉൾപ്പെടെ അതിൽ പെട്ടു. ഇനി 2ാമത്തെ ദക്ഷിണയാണ് മരിച്ചു പോയിട്ടുള്ള മകനെ കൊണ്ടുവരല്ലേ. അപ്പോൾ ഈ കൊടുക്കലും വാങ്ങലും കഴിഞ്ഞതോട് കൂടിയിട്ട് ഗുരുവിനും സന്തോഷമായി, ഭഗവാൻ നിലയ്ക്ക് കൃഷ്ണനും സന്തോഷമായി. അപ്പോഴാണ് ഗുരു പത്നി പറയുന്നത് ഇനി ഗുരുദക്ഷിണയ്ക്കുള്ള സമയം. അപ്പോൾ അത് എന്താ ചെയ്യുക എന്ന പ്രകാരം ചോദിച്ചു അത്രേ. എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കണമെന്ന് ചോദിച്ചു എന്നാണ് ഗുരു. അപ്പോൾ നമ്മുടെ പുത്രനെ കിട്ടുമെന്ന് അതാണ് ഇവിടെ ചോദിക്കണത്. അത്രയും വേണ്ടു, നേരിട്ട് ചോദിച്ചോളൂ, എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഭഗവാനും ഭക്തനുമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ഗുരുവിന് ശിഷ്യനോട് ചോദിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. അപ്പോൾ ഗുരു തന്നെ പറഞ്ഞിട്ട് ഈ ഗുരു പത്നിയാണത്രേ ചോദിച്ചത്, മകനെ കിട്ടൂ, ഇങ്ങനെ പ്രഭാതത്തിൽ കുളിക്കാൻ വേണ്ടി പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വരുന്നതിനോട് ഭഗവാനെ സമ്മതിച്ചു, ഏതായാലും പോയി. അപ്പോൾ ഗുരുകുലത്തിലുണ്ടായിട്ട് അനുഭവങ്ങൾ സുധാമാവ ചരിത്രത്തിൽ നമുക്ക് ആദ്യം പറയാം. ഏതായാലും സാറില്ലേ പറയാൻ പറ്റിച്ചാൽ പറയാം, അല്ലെങ്കിൽ അവിടെയാണ്. ഏതായാലും സുധാമാവിനോട് കൂടിയിട്ടാണ് അവിടെ വിദ്യാഭ്യാസം സ്വീകരിച്ചത്. 6 കൊല്ലമായിരുന്നു ഈ സുധാമാവ് അവിടെ എത്തിയിട്ട്. ഭഗവാൻ 2 പേരും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ സുധാമാവ് കൂടാണ് ഉണ്ടായത്. അതുവരെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നതായിട്ടുള്ള ഈ സുധാമാവ് ഈ രാമനും കൃഷ്ണനും പഠിക്കുന്നത് കണ്ടപ്പോൾ ആ രാമനും കൃഷ്ണനും പരിചയം ചെയ്ത് കൊടുത്തുകൊണ്ട്, ഗുരുവിന് ഒന്നും ചെയ്യാനില്ല അങ്ങനെ കേട്ടാ. അപ്പോൾ രാമനും കൃഷ്ണനും പരിചയം ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ സുഹൃത്ത് എന്ന നിലയ്ക്ക് സഖാവ് എന്ന് ഭഗവാനാൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടുള്ള സൗഹൃദമാണ് പരിചര്യമായിട്ട് ചെയ്തു കൊടുത്തത്. അതിനെ അവർ നല്ലോണം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ 64 ദിവസം കൊണ്ട് കൃഷ്ണ ശുശ്രൂഷ എന്ന വിദ്യാഭ്യാസമാണ് ഭഗവാൻ ഈ
സുധാമാവിന് വേണ്ടിയിട്ട് കൊടുത്തത്. അതിൻ്റെ ഒരു സത്ഫലമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവന് കൃഷ്ണ സ്മരണയോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നത്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ള സുധാമാവും രാമകൃഷ്ണന്മാർ പോണതോട് കൂടിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഈ 64 ദിവസം കഴിഞ്ഞതും ഈ ഗുരുദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരവസ്ഥ വന്നതും കൃഷ്ണൻ ചോദിച്ചു, വിദ്യ പൂർത്തിയാക്കി കഴിഞ്ഞു, ഇനി ഗുരുദക്ഷിണ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഒന്നും വേണ്ടിയില്ല എന്നാണ്. ഗുരു പത്നിയോട് പറഞ്ഞു, എന്താ വെച്ചാൽ ചോദിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ കാണാൻ എൻ്റെ വീട്ടിൽ മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, പ്രഭാതത്തെ കുളിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു. ഏതായാലും അവിടെ ചെന്നു. ഭഗവാൻ 3 പേരും കൂടി 2 പേരും കൂടിയിട്ടാണ് അവിടെ ചെന്നത്. ഏതായാലും അവിടെ ചെന്നപ്പോൾ കിട്ടിയില്ല. പഞ്ചജനൻ എന്നുള്ള അസുരൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുണൻ. അപ്പം അതിനനുസരിച്ച് അവിടെ ചെന്നു. അതിൽ തിരഞ്ഞു കിട്ടിയില്ല. അപ്പം അങ്ങനെ ഈ യമൻ്റെ അടുത്ത് ചെന്നു. യമൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ചാർട്ട് നോക്കാൻ തുടങ്ങിയത്രേ യമൻ. ചാർട്ട് നോക്കണ്ട, ഇത് എൻ്റെ ആജ്ഞയാണ്, ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഏതായാലും ഉണ്ണിയെ കൊണ്ടുവന്നു. പ്രാരബ്ധം അതോട് കൂടിയിട്ട് തീർത്തു ഭഗവാൻ. യമനോട് പറഞ്ഞു, ഇത് വെട്ടിക്കോളും, ഞാൻ കൊണ്ടുപോവാണ് വൈകുണ്ഠത്തിലേക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ശരി, സമ്മതം. ഏതായാലും ഉണ്ണിയെ അവിടുന്ന് തിരിച്ച് കൊണ്ടുവന്നു. ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്ന സമയത്ത് 3 പേരും ഒരുമിച്ചാണ് അത്രേ ഗുരുദക്ഷിണ കൊടുത്തത്. ഗുരുദക്ഷിണ കൊടുത്തതോട് കൂടിയിട്ട് ഗുരുവിനെ നമസ്കരിച്ചു. ഗുരു നന്നായിട്ട് അനുഗ്രഹിച്ചു. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഓർമ്മ വരട്ടെ, ശിഷ്ടകാലം സുഖികളാവട്ടെ എന്നും അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഈ ബ്രാഹ്മണനായിട്ടുള്ള സുധാമാവിനെയും ഭഗവാൻ അതേപോലെ അനുഗ്രഹിച്ചു എന്നാണ്. അന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ഭഗവാൻ ഓർമ്മ വന്നു എന്നാണ്. എന്താ ഓർമ്മ വന്നത്? താൻ ഒരു 11 കൊല്ലം അവിടെ ഒപ്പമുണ്ടായിരുന്നതായിട്ടുള്ള ഈ ഗോപികളെ വല്ലാതെ കണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവർ എന്നെയും സ്വീകരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്.